السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 51 അധ്യായം സൂറത്തു ദാരിയാത്ത് തുടരുകയാണ്. ഇന്ന് 24 മുതൽ 30 വരെയുള്ള ആയത്തുകൾ പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി ഈ വചനങ്ങളുടെ പാരായണം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم قالوا كذلك قال ربك إنه هو الحكيم العليم. തൊട്ടുമുമ്പുള്ള ഏതാനും ആയത്തിലൂടെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുള്ള അവൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറയുകയാണ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ആകാശലോകത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അങ്ങനെ അള്ളാഹു ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുള്ള ബുദ്ധിയുള്ളവർക്ക്, ഉറ്റാലോചിക്കുന്നവർക്ക്, അതുപോലെ ദൃഢവിശ്വാസമുള്ളവർക്ക് ചിന്തിച്ചറിയാൻ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് ദുനിയാവിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിച്ച ശേഷം 24-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സൂറത്തിൽ. ഇവിടെ 24-ാമത്തെ ആയത്ത്, ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുക്രമീൻ. ഹൽ അതാക, നിനക്ക് വന്നിരിക്കുന്നുവോ, നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഹൽ ഇല്ലേ, എന്നൊക്കെയുള്ള ചോദ്യമാണ്. അത്താ വന്നു, അത്താക്ക നിനക്ക് വന്നു, അഥവാ നിന്റെ അടുക്കൽ വന്നു. അപ്പൊ നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഹദീസ് വർത്തമാനം അല്ലെങ്കിൽ വാർത്ത എന്നൊക്കെ പറയാം, വിഷയം എന്നൊക്കെ പറയാം. അപ്പൊ ഹദീസു ലൈഫി, ലൈഫ് വിരുന്നുകാർ, അതിഥികൾ. അപ്പൊ അതിഥികളുടെ വിവരം നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ? ഇബ്രാഹിമ, ഇബ്രാഹീമിന്റെ അതിഥികൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതിഥികളായി വന്ന ആ സംഘത്തിന്റെ വാർത്ത നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിനക്കറിയുമോ എന്ന് തന്നെയാണ്. അൽ മുക്രമീൻ, അവർ ആദരിക്കപ്പെട്ടവരായിരുന്നു, മാന്യന്മാർ. മാന്യന്മാരായ, ആദരണീയരായ, മുക്രമീൻ എന്ന് പറഞ്ഞാൽ മാന്യന്മാർ, ആദരണീയർ എന്നൊക്കെ അർത്ഥം പറയാം. അപ്പൊ മാന്യന്മാരായ ആ അതിഥികളുടെ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നിട്ടുള്ള അതിഥികളുടെ വിവരം നിനക്ക് വന്നു കിട്ടിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒരുപാട് തവണ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനാണ്. ധാരാളം അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഒരിക്കൽ ഏതാനും വിരുന്നുകാർ വന്നു എന്നാ. ആരായിരുന്നു ഈ വിരുന്നുകാർ? മലക്കുകളായിരുന്നു. അത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനൊട്ട് അറിയാനും സാധിച്ചില്ല. കാരണം അവർ വന്നത് മനുഷ്യരൂപത്തിലായിരുന്നു. അപ്പൊ ഈ വന്ന അതിഥികൾ, മലക്കുകള് മനുഷ്യരൂപം പൂണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ എത്തിയതാണ്. അപ്പൊ കണ്ടപ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കി, തന്റെ വീട്ടിൽ ഏതാനും വിരുന്നുകാർ വന്നിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു ഇവര്? അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. 3 അതിഥികളായിരുന്നു, 10 അതിഥികൾ ഉണ്ടായിരുന്നു, 12 പേരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതെന്തുമാകട്ടെ, ഒരു സംഘം വിരുന്നുകാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നു. അത് ഇബ്നു അബ്ബാസ് പറയുന്നത്, റളിയല്ലാഹു അൻഹു പറയുന്നത്, ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ എന്നീ 3 മലക്കുകളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭവനത്തിൽ വന്നതെന്നാണ്. അല്ലാഹു ആലം, ഏതുമാവട്ടെ, മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്നു. പക്ഷെ മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല. കാരണം അവർ മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. അവിടെ അങ്ങനെ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു എന്നാണ് തുടർന്ന് പറയുന്നത്. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുക്രമീൻ. ഇബ്രാഹീമിന്റെ അടുക്കൽ മാന്യ അതിഥികൾ, ഇബ്രാഹീമിന്റെ അടുക്കൽ വന്ന മാന്യ അതിഥികളുടെ വർത്തമാനം നിനക്ക് വന്നിട്ടുണ്ടോ? ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമ
ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. ദഖലു അവർ പ്രവേശിച്ചപ്പോൾ, ആ പ്രവേശിച്ച സന്ദർഭം, അതായത് ആ വന്ന മലക്കുകളായ അതിഥികൾ, മനുഷ്യരൂപത്തിൽ വന്ന ഈ അതിഥികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ പ്രവേശിച്ചു. ഈ ദഖലു അവർ പ്രവേശിച്ചപ്പോൾ, അലൈഹി അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ, ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, സലാമൻ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നോ സലാമുൻ അലൈക്കും എന്നോ ഒക്കെയുള്ള ഇസ്ലാമിന്റെ അഭിവാദ്യ വചനം ആ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ഫഖാലു അപ്പോൾ അവർ പറഞ്ഞു, വന്ന അതിഥികൾ പറഞ്ഞു, സലാമൻ സലാം എന്ന് പറഞ്ഞു, അഥവാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന അഭിവാദ്യം, ഇസ്ലാമിന്റെ അഭിവാദ്യം പറഞ്ഞു. അപ്പൊ സലാം പറയുന്നതിന്റെ മര്യാദ അങ്ങനെയാണ്. വീട്ടിലേക്ക് കടന്നു വരുന്നവർ, ഒരു സദസ്സിലേക്ക് കടന്നു വരുന്നവരാണ് സലാം പറയേണ്ടത്. വീട്ടുകാർ വരുന്ന ആളോട് അങ്ങോട്ടല്ല, സദസ്സിലുള്ളവർ സദസ്സിലേക്ക് പിന്നീട് വന്നു ചേരുന്ന ആളോടല്ല. പുതിയതായിട്ട് വരുന്നത് ആരാണോ അവരാണ് സലാം പറയേണ്ടതെന്ന്. സലാമിന്റെ മര്യാദ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ആരോടാ സലാം പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ ചെറിയവർ വലിയവരോട് സലാം പറയണം എന്നാ. പ്രായം കൊണ്ട് കുറവുള്ള ആൾക്കാർ പ്രായ കൂടുതലുള്ളവരോട് സലാം പറയണം. അതുപോലെ നടക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയണം. ഒരാൾ ഒരിടത്ത് ഇരിക്കുന്നു, അതിൻ്റെ അടുത്തുകൂടെ മറ്റൊരാൾ നടന്നു പോകുന്നു എങ്കിൽ ആ ഇരിക്കുന്നവനല്ല സലാം പറയേണ്ടത്, മറിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ അവിടെ ഇരിക്കുന്നവനോട് സലാം പറയണം. അതുപോലെ വീട്ടിലേക്ക് കയറി വരുന്നവൻ വീട്ടുകാരോട് സലാം പറയണം. അത് എല്ലാ സദസ്സിനും ബാധകം തന്നെ. സദസ്സിലേക്ക് കയറി വരുന്നവൻ സദസ്സുകാരോട് സലാം പറയണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മര്യാദകൾ, പിന്നെ സലാം എങ്ങനെയാണ് ആരാണ് പറയേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം. ഒരു ഭാഗത്തുനിന്ന് 4 പേര് വരുന്നു, മറ്റൊരു ഭാഗത്തുനിന്ന് 8 പേര് വരുന്നു എങ്കിൽ ഈ 4 പേരുള്ള സംഘം 8 പേരുള്ള സംഘത്തോട് അങ്ങോട്ട് സലാം പറയണം. നമ്മളത് പാലിക്കാറില്ല പലപ്പോഴും. ആരെങ്കിലും അങ്ങോട്ട് പറയല, സലാം പറയല. ഒരാൾ അതിലെങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവന് സലാം എറിഞ്ഞു പിടിപ്പിക്കല. അത് ചിലപ്പോൾ അവന്റെ ശ്രദ്ധയപ്പെടാത്തതുകൊണ്ടായിരിക്കാം. നടക്കുന്നവൻ ശ്രദ്ധയപ്പെടാത്തതുകൊണ്ട് അവന്റെ ശ്രദ്ധ ക്ഷണിക്കാനും അവനോട് സലാം പറയുന്നതിനും തെറ്റില്ല. പക്ഷേ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയാണെങ്കിൽ നടന്നു പോകുന്നവനാണ് ഇപ്പുറത്ത് ഇരിക്കുന്നവരോട് സലാം പറയേണ്ടത്. അങ്ങനെയുള്ള മര്യാദയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ മലക്കുകൾ, അവർ എണ്ണ എത്രയാവട്ടെ, ചിലപ്പോൾ 3 ആയിരിക്കാം, 10 ആയിരിക്കാം, 12 എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. എത്രയുമാകട്ടെ, ആ വന്ന സംഘം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സലാം പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ വന്ന സംഘം ഏറ്റവും ചുരുങ്ങിയത് 3 പേരെങ്കിലും ഉണ്ട് എന്നാണ് ഇബ്നു അബ്ബാസിനെ പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. പിന്നെ ഇതിന്റെ പദം കേട്ട് മനസ്സിലാക്കിയാലും ഏറ്റവും ചുരുങ്ങിയത് 3 ഉണ്ടാവുന്ന മുക്രമീങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഫഖാലു എന്നൊക്കെ പറഞ്ഞത്. അവർ മുക്രമീൻ എന്ന് പറഞ്ഞാൽ മാന്യന്മാരായിരുന്നു. അതുപോലെ ഫഖാലു അവർ പറഞ്ഞു. ഖാലു എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 3 വേണമെന്നാ. മുഫ്രദ് മുസന്ന ഇത് ജമ്മിന്റെ സ്ത്രീയാണ്. ഖാലു എന്ന് പറയുമ്പോൾ ജമ്മിന്റെ സ്ത്രീയാണത്. ചുരുങ്ങിയത് 3 വേണം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഈ വന്നതിൽ 3 പേരെങ്കിലും ഉണ്ടാവും, 3 മലക്കുകളെങ്കിലും ഉണ്ടാവും. വീട്ടിലാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഭാര്യ സാറയും മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവർ 2 പേരുള്ളൂ. അപ്പം വന്നത് 3 പേരാണ്. എണ്ണം കൊണ്ട് കൂടുതലുള്ളത് വന്നവരാണ്, വീട്ടിലെ അംഗങ്ങളാണ് കുറവ്. എന്നാൽ പോലും അവിടെ പരിഗണിക്കേണ്ടത് വീട്ടിലേക്ക് കയറി വരുന്നവരാരാണോ അവരാണ് വീട്ടുകാരോട് സലാം പറയേണ്ടത്. എല്ലാവരും പറയേണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. ഒരു സംഘത്തിന് വേണ്ടി ഒരാൾ സലാം പറഞ്ഞാൽ മതി. ഒരു സംഘത്തിന് വേണ്ടി ഒരാൾ സലാം മടക്കിയാലും മതി. അതിങ്ങനെ സലാം പറയേണ്ടത് ആരാന്ന് ആലോചിക്കൊന്നും വേണ്ട. ഒരാളങ്ങോട്ട് സലാം പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ മറ്റൊരു പറയണ്ട. അതുപോലെ സലാം മടക്കുന്നത് ഒരു സലാം പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ 8 ആളുണ്ട്, ആരെ നമ്മൾ സലാം മടക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആലോചിക്കൊന്നും വേണ്ട. ആരെങ്കിലും ഒരാൾ സലാം മടക്കിയാൽ മതി. ഇനി ഒന്നിലേറെ ആൾ സലാം മടക്കിയാലും അതിനും കുഴപ്പമില്ല. ഒന്നിലേറെ ആൾ സലാം പറഞ്ഞു പോയാലും അതിനും കുഴപ്പമില്ല. കാരണം അത് തീരുമാനിച്ചിട്ടൊന്നുമല്ലേ പേരില്ല ആരാ സലാം പറയാന്നൊക്കെ. ഏതായിരുന്നാലും അവർ അതുപോലെ സലാം പറഞ്ഞു. അപ്പൊ എണ്ണം കൂടുതലാണെങ്കിലും ശരി, പിന്നെ വീട്ടിലേക്ക് വരുന്നവരാണ് സലാം പറയേണ്ടത്. അങ്ങനെ സലാം പറഞ്ഞപ്പോൾ ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, സലാമുൻ നിങ്ങൾക്കും സമാധാനം. അങ്ങോട്ട് പറഞ്ഞു വലൈക്കും അസ്സലാം എന്നുള്ള രൂപത്തിൽ. സലാമുൻ അലൈക്കുന്നോ അസ്സലാമു അലൈക്കുന്നോ വലൈക്കും അസ്സലാം എന്നോ അത് സലാമിന്റെ വചനം മടക്കി പറയുകയും ചെയ്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖൗമുൻ ജനങ്ങളാണല്ലോ, മുൻകറൂൻ അപരിചിതരായ ആൾക്കാരാണല്ലോ നിങ്ങൾ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് പറയാം. അതായത് വന്ന സമയത്ത് സലാം പറഞ്ഞു, വീട്ടിലേക്ക് വരുന്നു, വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി. സ്വാഭാവികമായിട്ടും വളരെ സൽക്കാരപ്രിയനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാന്യമായി അവരെ സൽക്കരിച്ചു, വീട്ടിലേക്ക് കയറി. ഉടനെ തന്നെ അദ്ദേഹം സലാമൊക്കെ മടക്കിയ ശേഷം ചോദിച്ചു, പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ നിങ്ങൾ. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ടത് തന്നെ. അങ്ങനെ പരിചയമില്ലാത്ത ആൾ വീട്ടിൽ വന്നാൽ ഉണ്ടാതെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും ഇതിൽ പാഠമുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയിട്ടുള്ള കണ്ടു ഓർമ്മയുണ്ട്, പിന്നീട് മറന്നുപോയ ഒരു സംഘം അല്ലെങ്കിൽ ഒരാളെ വീട്ടിലേക്ക് വന്നു, സലാം പറഞ്ഞു, സലാം മടക്കിയാൽ ഇവരോട് ഇപ്പം എങ്ങനെ നിന്നെ ഓർമ്മയില്ലല്ലോ, പരിചയമില്ലല്ലോ എന്ന് ചോദിക്കല്. ഈ സംഘമാണെങ്കിൽ വന്നിട്ടുണ്ട്, ഇവരൊക്കെ ആണെങ്കിൽ വലിയ അറിവോടുകൂടെ വലിയ പരിചയത്തിൽ വന്നിട്ടാണ്, ഇവന്റെ മുമ്പിൽ ഇവരെ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് മോശമല്ല എന്നൊന്നും വിചാരിക്കേണ്ടതില്ല.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു തന്നെ എന്താ ഖൗമുൻ മുൻകറൂൻ, അപരിചിതരായ ആൾക്കാരാണല്ലോ നിങ്ങൾ. നമുക്കും അത് പറയാം, വീട്ടിലേക്ക് കയറി വരുന്നവരോട്, അതിഥികളോട് പറയാം. ഓർമ്മയില്ലെങ്കിൽ, ആളറിയില്ലെങ്കിൽ, നിങ്ങളെ നല്ല പരിചയം കാണുന്നില്ലല്ലോ, നിങ്ങൾ എവിടുന്ന് വരികയാണ്, പരിചയം ഉണ്ടോ, എന്നെ ഇങ്ങോട്ട് പരിചയം ഉണ്ടോ, നിങ്ങളെനിക്ക് പരിചയമില്ലല്ലോ, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടോ, ഞാൻ മറന്നുപോയോ? ഇതൊക്കെ അങ്ങോട്ട് പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊന്നും നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും മിണ്ടാതെ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് പറയുന്നതിന് ഒന്നും കൂടെ തുറന്ന് വർത്താനം പറയാൻ കഴിയില്ല. കാരണം ഈ വന്ന ആളാരാന്ന് അറിയില്ലല്ലോ. അപ്പൊ ഈ ഒന്നും അങ്ങോട്ട് തുറന്ന് പറയാൻ കഴിയില്ല, എവിടുന്നാ തുടങ്ങേണ്ടത് എന്നറിയാത്ത ഒരു വിഷമാവസ്ഥയിൽ വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. വന്നവരോട് ചോദിക്കുക, പരിചയമല്ല, നിങ്ങൾ എവിടുന്ന് വന്നതാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ഒക്കെ ചോദിക്കാം. അതിനൊന്നും ഒരു തകരാറില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതന്നെ പറഞ്ഞത്, പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ നിങ്ങൾ. അടുത്ത ആയത്ത്, 26-ാമത്തെ ആയത്ത്. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. ഫറാഗ, അങ്ങനെ ഉടനെ തന്നെ അദ്ദേഹം ധൃതിയിൽ ചെന്നു, അല്ലെങ്കിൽ പതുങ്ങിച്ചെന്നു. റാഖ രണ്ടർത്ഥം പറയാം. ഒന്ന് പതുങ്ങിച്ചെന്നു, അല്ലെങ്കിൽ ധൃതിയിൽ ചെന്നു. എവിടേക്ക് ചെന്നു? ഇലാ അഹ്ലിഹി, വീട്ടുകാരുടെ അടുത്തേക്ക്, അതായത് ഭാര്യയുടെ അടുത്തേക്ക്. അഹ്ലിയുടെ അവിടെ ഉദ്ദേശിക്കുന്നത് ഭാര്യ. വീട്ടുകാരെന്ന് അർത്ഥമുണ്ട്. വീട്ടുകാർ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഭാര്യയെ പറ്റി വീട്ടുകാരി എന്ന് പറയും, നമ്മൾ പറയാറുണ്ടായിരുന്നല്ലോ. വീട്ടുകാരി ഇവിടെ അല്ല, മുപ്പത്തിയാറ് ഇവിടെ അല്ല എന്നൊക്കെ പറയല്ലോ. അതന്നെ വീട്ടുകാരി, അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന അഹ്ലി. ആ വീട്ടുകാരിയുടെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അതായത് അകത്തേക്ക് പോയി എന്നർത്ഥം അല്ലേ, അല്ലെങ്കിൽ അടുക്കളയ്ക്ക് ചെന്നു. എന്നിട്ട് ഫജാഅ, എന്നിട്ട് അദ്ദേഹം വന്നു, ബി ഇജ്ലിൻ, ഒരു പശുക്കുട്ടിയെയുമായി, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെയുമായി വന്നു. വേവിച്ച കാളക്കുട്ടി കേട്ടോ, സെമീൻ, നല്ല തടിച്ചു കൊഴുത്ത ഒരു കാളക്കുട്ടിയെ. റിജില് കാളക്കുട്ടി, പശുക്കുട്ടി രണ്ടിനും പറയാം. റിജില് പുല്ലിംഗാണ്, റിജിലത്താണ് അതിന്റെ സ്ത്രീലിംഗം എന്നൊക്കെ ഭാഷാപരമായ ഒക്കെ ഉണ്ട്, അതെന്തുമാകട്ടെ. അപ്പോൾ ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ, നല്ല തടിച്ചു കൊഴുത്ത് നല്ല രുചികരമായ, നല്ല ഭക്ഷണത്തിന് പറ്റിയ നല്ല രുചിയുള്ള സമയം അതാണല്ലോ. നല്ല തടിച്ചു കൊഴുത്ത സമയത്ത് മാംസത്തിന് കൂടുതൽ രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് ഉളുഹിയത്തിന് ആജാതി വേണമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള നല്ല ഒരു കാളക്കുട്ടിയെ അറുത്ത് വളരെ പെട്ടെന്ന് വേവിച്ച് അതിഥികളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൽക്കരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഒട്ടനവധി പശുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ പറയപ്പെടുന്നു. അതുപോലെ ഒരുപാട് ആടുണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്നൊക്കെ പറയുന്നുണ്ട്. അക്കാലത്ത് ഒരു കന്നുകാലികൾ എന്നത് വലിയൊരു ധനാഗമ മാർഗമായിരുന്നു, സമ്പത്തിന്റെ വലിയൊരു ഇനം തന്നെയായിരുന്നല്ലോ അത്. മുൻകാലത്ത് അങ്ങനെയാണല്ലോ. പിന്നെ മക്കാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും കന്നുകാലികൾ ഒരു വലിയ സമ്പത്തായിട്ട് തന്നെ ഗണിക്കപ്പെട്ടിരുന്നല്ലോ. ഇന്നും അത് നല്ലൊരു വിഭാഗം അങ്ങനെ ഗണിക്കുന്നുമുണ്ട്. അപ്പോൾ നല്ല ഒരു കാളക്കുട്ടിയെ അറുത്ത് വേവിച്ച് വേഗം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. ഉടനെ തന്നെ അദ്ദേഹം തന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ധൃതി പിടിച്ച് പതുങ്ങിച്ചെന്നു, വേഗത്തിൽ അങ്ങ് ചെന്നു. എന്നാൽ ഒരു പതുങ്ങലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, എന്താ ഇവിടുത്തെ അവസ്ഥ, അതൊക്കെ വീട്ടുകാർക്കെല്ലാം അറിയുള്ളൂ. എന്നിട്ട് അദ്ദേഹം തടിച്ചു കൊഴുത്ത ഒരു പശുക്കുട്ടിയെ വേവിച്ചു കൊണ്ടുവന്നു. ശേഷം എന്ത് ചെയ്തു? അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അള്ളാഹു പിന്നെ ഈ വിഷയം തുടർന്ന് പറയാം. ഫൗജസ മിൻഹും ഖീഫതൻ ഖാലൂ ലാ തഖഫ് വബശ്ശറൂഹു ബിഗുലാമിൻ അലീം. ഫഔജസ, അപ്പോൾ മനസ്സിൽ തോന്നി, മനസ്സിലുണ്ടായി, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ, മിൻഹും, അവരെ പറ്റി, ഖീഫതൻ, ഒരു ഭയമുണ്ടായി. ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പം ഒരു ഭയമുണ്ടായി. സൂറത്ത് ഹൂദിലൊക്കെ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഭക്ഷണമൊക്കെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പം അവരുടെ കൈ ഭക്ഷണത്തിന്റെ നേരെ നീങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനൊരു ഭയം. അങ്ങനെ ചില സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാ. മുൻ സമൂഹത്തിലൊക്കെ അങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട്. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുകാരോട് മാന്യമായി പെരുമാറണം, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ പറ്റി മോശമായിട്ടൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല എന്നായിരുന്നു ചില സമൂഹങ്ങളിൽ മുമ്പുണ്ടായിരുന്ന ധാരണ. അതായിരിക്കാം ഒരു പക്ഷേ. ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ ചില ധാരണ. ഒരാളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറ്റം പറയാനൊന്നും പറ്റൂല. ഇപ്പൊ പിന്നെ കല്യാണാലോചനക്ക് പോകുമ്പോൾ, പെൺകുട്ടിയെ കാണാൻ പോകുന്ന സമയത്ത് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാ. പുതിയപ്പള വന്ന് ഓളൊന്ന് കണ്ടിട്ട് അവിടുന്ന് ആ കൊടുത്ത ആ ചായ കുടിക്കാതെയാണ് അയാൾ പോയതെങ്കിൽ, അവിടുന്ന് എഴുന്നേറ്റ് പോയതെങ്കിൽ, കുട്ടിയുടെ വാപ്പാക്ക് മനസ്സിലാവും നിന്റെ മോളെ ഓനക്ക് പറ്റിക്കില്ല എന്ന്. ഇതിപ്പോൾ നമ്മളെ കാരണവന്മാരായ ആൾക്കാർക്കൊക്കെ എപ്പോഴും അറിയാം. ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, മുൻകാലത്ത് അങ്ങനെ ആയിരുന്നു എന്നാ. ചായ ഭക്ഷണം ഒന്നും കഴിക്കാതെ അവിടുന്ന് അങ്ങ് വന്നാളങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവൂല, ഓനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാ. കഴിച്ചാലോ, കുഴപ്പമൊന്നുമില്ല, ഓനക്ക് മോളെ ഇഷ്ടമായിട്ടുണ്ട്, ഇനി നമുക്ക് ബാക്കി കാര്യം ആലോചിക്കാം, പറയാം എന്ന് വരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സിസ്റ്റം, ചില കീഴ്വഴക്കങ്ങൾ മുൻ സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കാം ഒരു പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നാട്ടിലും അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരിക്കാം. ഭക്ഷണം കഴിക്കാത്തവനെ പേടിക്കണം, അവനെന്തോ അക്രമം ഉദ്ദേശിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമില്ല, അയാൾ നമ്മളുടെ സുഹൃത്താണ്, അയാളെ നമുക്ക് വിശ്വസിക്കാം എന്നൊരു ആചാരം ഒരു പക്ഷേ ആ കാലത്ത് ഉണ്ടായേക്കാം. ഏതുമാകട്ടെ, അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ
സൂറത്ത് ഹൂദിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു ഭയം. സ്വാഭാവികമായിട്ടും ഒരാളുടെ മുഖത്തുണ്ടാകുന്ന ഭയം, മനസ്സിലുണ്ടാകുന്ന ഭയം മുഖത്ത് പ്രകടമാകും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ശരീരഭാഷ, ഭയമുണ്ടാകുന്ന സമയത്ത് ശരീരഭാഷ മാറും, ശരീരത്തിന് ചില മാറ്റങ്ങൾ വരും. അതും കാണുന്നവന് മനസ്സിലാകും ഇയാൾക്ക് പേടിയായിട്ടുണ്ട് എന്നുള്ളത്. അത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, കാലൂ, ഈ ആഗതർ പറഞ്ഞു, ലാ തഖാഫ്, നീ ഭയപ്പെടേണ്ടതില്ല. വബശ്ശറൂഹു, അവർ ഇദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബിഉലാമിൻ അലീം, നല്ല ജ്ഞാനിയായ ഒരു മകനെപ്പറ്റി, അതായത് നിനക്ക് നല്ല വിവരമുള്ള ജ്ഞാനിയായ ഒരു മകൻ ജനിക്കാനിരിക്കുന്നു എന്ന് ഈ ആഗതര് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിച്ചു. വലിയൊരു അത്ഭുത. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രായത്തിന് അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു. അവരെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, മകൻ ജനിക്കാൻ പോകുന്നു. നീ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, ഞങ്ങൾ അള്ളാഹു ഇങ്ങോട്ടേക്ക് നിയോഗിച്ചതാണ്. ഇപ്പോൾ വേറൊരു വഴിക്ക് പോവുകയാണ്, അത് നമുക്ക് പിന്നീട് പറയാം. വേറൊരു വഴിക്ക് പോവുകയാണ്. പോകുന്ന സമയത്തിൻ്റെ ഇടയിൽ ഇവിടെ നിങ്ങളോട് ഈ വിവരം അറിയിക്കണമെന്ന് ഞങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ മനുഷ്യരല്ല, മലക്കുകളാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല എന്ന കാര്യം തുറന്നു പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്. അതോടുകൂടെ ആ ഭയം മാറി. പക്ഷേ മറ്റൊന്ന് വന്നു. എന്ത്? ഇനി കുഞ്ഞ് ജനിക്ക്, ഈ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തെത്തി എനിക്ക് കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് വന്നു എന്ന ചിന്ത വന്നു. ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. എന്നിട്ട് അപ്പോൾ എന്നൊക്കെ പറയാം, ഖറബ, അടുത്തേക്ക് വെച്ചു, അടുപ്പിച്ചു വെച്ചു, ഇലൈഹിം, അവരുടെ അടുത്തേക്ക്. അപ്പോൾ വന്ന വിരുന്നുകാരുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. ഒക്കെ പാകം ചെയ്തു, നല്ല പാത്രത്തിലൊക്കെ വിളമ്പി നല്ല ഉഷാറാക്കിയിട്ട് ആ അതിഥികളുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെച്ചു കൊടുത്തു. എന്നിട്ട് കാല, അദ്ദേഹം ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, അലാ തഅകുലൂൻ, തിന്നുകയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ തിന്നുകയില്ലേ എന്ന് അവരോട് ചോദിച്ചു. മുമ്പിലേക്ക് അങ്ങോട്ടേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ പിന്നെ കഴിക്കല്ലേ, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇവിടെയും വലിയൊരു അതിഥി സൽക്കാരത്തിന്റെ ഒരു മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിക്കുന്നുണ്ട്. വിരുന്നുകാർക്കുള്ള ഭക്ഷണമൊക്കെ മറ്റൊരിടത്ത് തയ്യാറാക്കി ഒക്കെ വിഭവസമൃദ്ധമാക്കി ഒക്കെ വിളമ്പി വെച്ച ശേഷം വിരുന്നുകാരെ വിളിച്ച്, എന്നാ വരി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയല്ല ഇവിടെ ചെയ്തത്. മറിച്ച് ആ വിരുന്നുകാരെ ഇനിയൊന്ന് ബുദ്ധിമുട്ടിക്കരുത് എന്ന നിലക്ക്, പരമാവധി അവർക്ക് സൗകര്യം എന്ന നിലക്ക് അവരുടെ അടുത്തേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. അത് ചെയ്യണം എന്നാ കഴിയുന്നിടത്തോളം. ഇപ്പൊ കല്യാണത്തിനൊക്കെ ഉള്ള ഒരു ബൊഫേ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടല്ലോ, അത് ഹറാമാന്ന് പറയല്ല കേട്ടോ, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെ വേണ്ടി വരും. കാരണം ഒരുപാട് ആളെ വിളിക്കേണ്ടി വരും, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, കുടുംബങ്ങൾ ഒരുപാടുണ്ടാവും, സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും മേശ വിരിച്ചു കൊടുത്തിട്ട് അതിൽ ഓരോരുത്തരുടെയും മുമ്പിൽ വിളമ്പിക്കൊണ്ട് കൊടുക്കൽ അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ബൊഫേ സിസ്റ്റം വന്നത്. അതൊക്കെ ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മനസ്സ് പാകപ്പെട്ടു, അതൊന്നും കുഴപ്പമില്ല. വരിയിൽ നിന്നിട്ട് നമ്മളങ്ങനെ പ്ലേറ്റ് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് അങ്ങനെ വാങ്ങിയിട്ട് ഏതെങ്കിലും കൊണ്ടുവച്ച് തിന്നോളൂ എന്നുള്ള അവസ്ഥയൊക്കെ വന്നത് അവർ ഹറാമൊന്നുമല്ല. എന്നിരുന്നാലും മാന്യമായി സ്വീകരിച്ച് മാന്യമായി അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മര്യാദ. അതാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പൊ ആ നിലക്ക് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണമൊക്കെ പാകമാക്കിയിട്ട് പാചകം ചെയ്ത് റെഡിയാക്കി വേവിച്ച് അങ്ങനെ ഈ അതിഥികളുടെ അടുത്തേക്ക് അങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നാ പിന്നെ കഴിക്കല്ലേ, നിങ്ങൾ കഴിക്കല്ലേ എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അവിടെ എന്തുണ്ടായിന്ന, അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത് 29-ാമത്തെ ആയത്ത്. فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم. എന്താണ് തുടർന്നുള്ള പറയുന്നത്? ഫഅഖ്ബലത്ത്, അപ്പോൾ മുമ്പോട്ട് വന്നു, ഇംറഅതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യ സാറ മുമ്പോട്ട് വന്നു. ഈ സംസാരം കേൾക്കുകയാണല്ലോ. അതിഥികള് ആതിഥേയനായ തന്റെ ഭർത്താവായ ഇബ്രാഹിമിനോട് പറയാണ്, നിനക്ക് ഒരു മകൻ ജനിക്കാനിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. അതിങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഭാര്യ കിഴവിയായ സാറ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോ, ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോ ആ ഭാര്യ മുമ്പോട്ട് വരികയാണ്. ഫി സ്വറത്തിൻ, അവളൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. എന്തൊക്കെ ശബ്ദിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് വരുന്നു ഈ ആഗതരുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർ കാണത്തക്ക വിധത്തിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഫസക്കത്ത്, അങ്ങനെ അവൾ അടിച്ചു, വജ്ഹഹ, അവളുടെ മുഖത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് ഇങ്ങനെ അവൾ അടിക്കുന്നു. അപ്പൊ മുഖത്ത് ഇങ്ങനെ അടിക്കാന്ന് പറഞ്ഞാൽ സ്വന്തം മുഖത്താണ്. വലിയ വേദന ഉണ്ടാക്കാൻ വേണ്ടിയോ മുഖത്തിന് കേടുവരാൻ വേണ്ടിയല്ല. ഉണ്ടല്ലോ, ഒരു അത്ഭുതകരമായ അവിശ്വസനീയമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ, അതും തന്നെ പറ്റി, സ്വന്തത്തെ പറ്റി അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിലുണ്ടായ അത്ഭുതം കൊണ്ട് ചെറിയ തോതിൽ മുഖത്ത് കവിളിൽ ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ കൈകൊണ്ട് കൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദവും ഉണ്ടാക്കിക്കൊണ്ട് ആ മഹദി അഥവാ സാറ റളിയല്ലാഹു അൻഹ അവരുടെ അടുത്തേക്ക് വരികയാണ്, അവരുടെ മുമ്പിലേക്ക് വരിക. എന്നിട്ട് വക്കാലത്ത്,
അവൾ പറഞ്ഞു അഥവാ ചോദിച്ചു, അജൂസുൻ വൃദ്ധയായ ഞാൻ, അക്കീം അതും വന്ധ്യയായ ഞാൻ. അക്കീം എന്ന് പറഞ്ഞാൽ വന്ധ്യ, അജൂസ് പറഞ്ഞാൽ വൃദ്ധ. അപ്പൊ വൃദ്ധയായ വന്ധ്യയായ ഞാൻ അല്ലെ, എനിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയോ എന്ന് ചോദിച്ചു എന്നാ. വേറെ സൂറത്തിൽ കാണാം, ഞാനാണെങ്കിൽ അങ്ങ് വൃദ്ധയായി വന്ധ്യയായി, എന്റെ ഭർത്താവാണെങ്കിൽ ഇതായി നിൽക്കുന്ന അങ്ങ് പ്രായാധിക്യത്തിൽ അങ്ങെത്തി വയോവൃദ്ധനായി, ഇനി ഞങ്ങൾക്ക് ഇനി കുഞ്ഞുണ്ടാവുകയോ എന്ന് സാറ വന്ന മലക്കുകളോട് ചോദിച്ചു എന്നാണ്. അത്ഭുതമാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. ഇനി ഒരു കുഞ്ഞ് ജനിക്കേ ഈ 100-ാം വയസ്സിൽ, ഈ 99-ാം വയസ്സിൽ ഇതുവരെ ഒരൊറ്റ കുഞ്ഞും ജനിച്ചിട്ടില്ല. കുഞ്ഞുണ്ടാകണമെന്നുള്ള ആഗ്രഹം ധാരാളമായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർ, അള്ളാഹുവോട് ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞ് ജനിക്കുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. ഭാര്യ വന്നിട്ട് ഇനി ഈ പ്രായത്തിലാണോ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്നത് എന്നും ചോദിച്ചു. അപ്പൊ തുടർന്ന് വിശദീകരിക്കുക. അതൊരു ഭയങ്കര കഥയാണല്ലോ, നല്ല രസമാണല്ലോ കേൾക്കാൻ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഭയങ്കരമായ പേടി തോന്നി. വന്നവർ പറഞ്ഞു, ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല, ഞങ്ങൾ ഇപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. തുടർന്ന് 29-ാം ആയത്തിൽ തുടർന്നുണ്ടായ കാര്യം, അപ്പോൾ മുമ്പോട്ട് വന്നു ഇംറഅതുഹു അദ്ദേഹത്തിന്റെ ഭാര്യ. ഇംറഅത്തില് കൂട്ടി ഓതുന്ന സമയത്ത് ഈ എന്നുള്ള അലിഫിന്റെ ഹംസയുടെ കസർ ഉച്ചരിക്കപ്പെടില്ല. അപ്പൊ എന്നേ വായിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ മുമ്പോട്ട് വന്നു. സാറയാണ് ഉദ്ദേശിക്കുന്നത്. സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദ്യ ഭാര്യയാണ് സാറ. ആ സാറയുടെ അടുക്കൽ, ആ സാറയുടെ വീട്ടിലാണ് മലക്കുകൾ വന്നിട്ടുള്ളത്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്ന മകൻ ജനിക്കുമെന്നാണ് സന്തോഷ വാർത്ത അറിയിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ മുമ്പോട്ട് വന്നു, ഫീ സറത്തിൻ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, എന്തോ ഒന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഈ ആഗതിൽ കാണുന്ന വിധത്തിൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഫസക്കത്ത് അങ്ങനെ അവള് മുഖത്ത് അടിച്ചുകൊണ്ടിരുന്നു. സക്കാറിൽ അടിച്ചു, മുഖത്ത് കൊട്ടുക, അല്ലാതെ വലിയ മാരകമായ മുറിവുണ്ടാകുന്ന വിധത്തിലോ വേദനിക്കുന്ന വിധത്തിലുള്ള അടിയല്ല. ഒരത്ഭുതം, അതും തന്നെപ്പറ്റി ഒരു മഹാത്ഭുതം ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഈ പ്രായത്തിലുള്ള 99 വയസ്സാണ് അന്ന് സാറയുടെ പ്രായം എന്ന് ചില റിപ്പോർട്ടുകൾ കാണാം. 100 വയസ്സായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രായം എന്നൊക്കെ ചില രേഖകളിലൊക്കെ കാണാം. അള്ളാഹു ആലം. എന്തായിരുന്നാലും പ്രായത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്, വയോധികനായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാ. വയസ്സിന്റെ എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും വയസ്സിന്റെ അങ്ങേ അറ്റത്തെത്തായിരുന്നു, പ്രായാധിക്യത്തിലെത്തിയിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടുപേരും, ഭാര്യയും ഭർത്താവും രണ്ടുപേരും, ഇബ്രാഹിമും അലൈഹി സ്വലാമും ഹാജർ അലിഅള്ളാഹിനെ രണ്ടുപേരും പ്രായാധിക്യത്തിലാണ്. അപ്പോഴാണ് അത് ഇത്രയും പ്രായമായിട്ടുള്ള എനിക്ക് ഇനി ഒരു കുഞ്ഞ് ജനിക്കുകയോ എന്ന അത്ഭുതം കേട്ടപ്പോഴാണ് സാറ റളിയല്ലാഹു അൻഹ മുഖത്തടിച്ചുകൊണ്ട്, മുഖത്തിങ്ങനെ കുട്ടിക്കൊണ്ട് ചില ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇവരുടെ മുമ്പോട്ടേക്ക് വരിക. എന്നിട്ട് പറയാം, കാലത്ത് അവർ പറഞ്ഞു, അജൂസുൻ വൃദ്ധയാണ് ഞാൻ, അഖീം വന്ധ്യയാണ്. എന്താ പറഞ്ഞത്? അജൂസുൻ അഖീം, വന്ധ്യയായ ഒരു വൃദ്ധ, ഈ വൃദ്ധക്ക് ഇനിയും ഒരു മകനുണ്ടാവുകയോ എന്ന് അവൾ സംശയത്തോടുകൂടെ ഈ ആഗതരോട് ചോദിച്ചു. വക്കാലത്ത് അജൂസുൻ അഖീം, അവർ പറഞ്ഞു, ആ ഭാര്യ പറഞ്ഞു, അഥവാ സാറ പറഞ്ഞു, വന്ധ്യയായ ഈ വൃദ്ധക്ക് ആണോ ഇനി കുഞ്ഞുണ്ടാകാൻ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ വെപ്രാളവും ഭാര്യ സാറയുടെ ഈ ചോദ്യവും എല്ലാം കൂടെ കേട്ടപ്പോ വന്നവരായ മലക്കുകൾ, വിരുന്നുകാരുണ്ടല്ലോ, അവർ പറയാ, ഖാലൂ കദാലിക ഖാല റബ്ബുകി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം. ഖാലൂ അവർ പറഞ്ഞു, ആ വന്ന മലക്കുകൾ പറഞ്ഞു, കദാലികി ഇപ്രകാരം തന്നെയാണടി, ഖാല റബ്ബുകി നിന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളത്. കദാലിക്കി സ്ത്രീയോട് പ്രയോഗിക്കുമ്പോൾ, കദാലിക്ക പുരുഷനോട് സംസാരിക്കുമ്പോൾ, അതാണ് എടി എന്ന് ഞാൻ പറഞ്ഞിട്ട് ഉദ്ദേശം കേട്ടോ. ഖാലു കദാലിക്കി ഖാല റബ്ബുകി, ആഗതര് പറഞ്ഞു, അങ്ങനെ തന്നെയാണ് നിനക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നിന്റെ റബ്ബ് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും തർക്കം, അത് ഞങ്ങളുടെ വാക്കല്ല, അത് നിന്റെ നാഥന്റെ വാക്കാണ്, സ്രഷ്ടാവിന്റെ വാക്കാണ്, എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവന്റെ വാക്കാണ്. ആ സ്രഷ്ടാവ് പറയുന്നു നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. ഇന്നഹു തീർച്ചയായും അവൻ, ഹുവ അവൻ തന്നെ, അൽ ഹക്കീം അൽ അലീം സർവജ്ഞനുമാകുന്നു അലീമുമാകുന്നു അവൻ, അതായത് അള്ളാഹു. ആ അള്ളാഹു നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന അള്ളാഹു,
അല്ലെങ്കിൽ നിന്റെ നാഥൻ അവൻ ഹക്കീമുമാകുന്നു, അലീമുമാകുന്നു, സർവജ്ഞനായ യുക്തിമാനാകുന്നു അള്ളാഹു. അപ്പൊ അവന്റെ യുക്തിയെയും അവന്റെ ജ്ഞാനത്തെയും അവന്റെ തീരുമാനത്തെയും അവന്റെ കുദറത്തിനെയും ഒന്നും തന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല. നിന്നെ പടച്ച നിന്റെ റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു നിനക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന്, അത് ജനിക്കുക തന്നെ ചെയ്യും. അവിടെ നീ വന്ധ്യയാണെന്നോ നിന്റെ ഭർത്താവ് 100 വയസ്സായ പടുവൃദ്ധനാണെന്നോ അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. അള്ളാഹ് നിശ്ചയിച്ചാൽ അത് സംഭവിക്കും എന്ന വിവരം അവരോട് വന്ന മലക്കുകൾ പറയുകയും ചെയ്തു. 30-ാമത്തെ ആയത്ത് വരെ നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയും ഈ കഥയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന് ആഗതരായ മലക്കുകൾ, വിരുന്നുകാരായി വന്നിട്ടുള്ള മലക്കുകൾ പറഞ്ഞ കാര്യങ്ങളും അവരുമായുണ്ടായ സംഭാഷണങ്ങളും പിന്നെ സാറ റളിയല്ലാഹു തആല അൻഹക്കുണ്ടായ ആശ്ചര്യവും ഒക്കെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഇനി തുടർന്ന് വരുന്ന ആയത്തിൽ ഈ വന്ന ആഗതർ അല്ലെ, വന്ന മലക്കുകളുണ്ടല്ലോ, ഈ വന്ന മലക്കുകൾ വേറൊരു ഭാഗത്തേക്ക് പോകുക എന്ന് പറഞ്ഞല്ലോ. എവിടേക്കാണ് ഇനി അവർ പോകുന്നത്, എന്താണ് അവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് തുടർന്ന് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൂടുതലായി പഠിക്കുക, ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഒരുപാട് കഥകളും ചരിത്രങ്ങളും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കഥ കേൾക്കാനല്ല, ചരിത്രം പറഞ്ഞത് ചരിത്രം പഠിക്കാനല്ല, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ്. ഖുർആന്റെ ശൈലി അതാണ്. ഒരു കഥ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു നിർത്തുക എന്നത് ഖുർആനിന്റെ ശൈലിയല്ല. ഒരു കഥയുടെ ഒരു ഭാഗം ഏതെങ്കിലും ഒരു സൂറത്തിൽ വിശദീകരിക്കും, അവിടെ ഒരു ഗുണപാഠവും ഉണ്ടാവും. അതേ കഥയുടെ തന്നെ മറ്റൊരു ഭാഗം മറ്റൊരു സൂറത്തിൽ ഒരു പക്ഷേ വിശദീകരിക്കുന്നുണ്ടാവും, അവിടെ മറ്റൊരു ഗുണപാഠം ഉണ്ടാവും. അപ്പോൾ കഥ എന്ന് പറയുമ്പോൾ വെറും നാടൻ കഥയായിട്ട് കണക്കാക്കേണ്ടതില്ല, സംഭവ കഥ, ജീവിത കഥ. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യ സാറ അലൈഹിസ്സലാമിന്റെയും ഒക്കെ സംഭവ കഥ. ഹാജറയുമായുള്ള സംഭവ കഥകൾ വേറെ ഉണ്ട്. അപ്പൊ ഇനി ആ മലക്കുകൾ പോകുന്നത് മറ്റൊരിടത്തേക്കാണ്. ആ ചരിത്ര സംഭവത്തിലേക്ക് നമുക്ക് തുടർന്ന് മുമ്പോട്ട് പോകാൻ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് മതിയായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും ഒക്കെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.